ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. മാമോദീസ എന്ന കൂദാശയിലൂടെ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേർന്ന ഞങ്ങളെല്ലാവരും സുവിശേഷാനുസൃതമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യഥാർത്ഥ പ്രേക്ഷിതരാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ പ്രേക്ഷിതയായ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരികയായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്നും പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ വീഡിയോകളും ക്ലാസ്സുകളുമൊക്കെ ഈ ആശയം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നതിന് നമ്മളെ സഹായിച്ചു. ഈശോയുടെ പ്രേക്ഷിതരാകുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? സഭ എങ്ങനെയാണ് പ്രേക്ഷിതയായത്? ദൈവത്താൽ അയക്കപ്പെട്ട ആദ്യത്തെ പ്രേക്ഷിതൻ മിശിഹായാണ്. ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ദൗത്യം നിർവഹിച്ച് മനുഷ്യരക്ഷ സാധ്യമാക്കി. ഈശോ ഭരമേൽപ്പിച്ച ദൗത്യം സ്ലീഹന്മാരിലൂടെയും സഭയിലൂടെയും എങ്ങനെയാണ് തുടർന്നു പോരുന്നത്? സഭ 3 വിധത്തിൽ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നു. സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനം, ഈ ആശയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പോകുന്ന ആശയങ്ങൾ മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം, പാശ്ചാത്യ മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനം, സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത ചൈതന്യവും മുന്നേറ്റവും, ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതൻ എന്നീ പോയിന്റുകളാണ്. ഇവ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാക്കാം. മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷ ദൗത്യവുമായി നമ്മുടെ ഭാരതത്തിൽ എത്തിച്ചേർന്ന ക്രിസ്തു ശിഷ്യനാണ് നമ്മുടെ തോമാസ് ശ്ലീഹ. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ അദ്ദേഹം സുറിയാനി ഭാഷ സംസാരിക്കുന്ന യഹൂദ സമൂഹത്തെ കണ്ടുമുട്ടുകയും അവരുടെ ഇടയിൽ തൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ അല്ലെങ്കിൽ നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുകയും സഭാ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് സഭയെ നയിക്കുവാൻ വൈദിക അധികാരികളെ ചുമതലപ്പെടുത്തിയ ശ്ലീഹ ഇവിടെ നിന്നും പാണ്ഡ്യദേശത്തേക്കും യാത്ര തിരിച്ചു. അവിടെ നിന്നും അദ്ദേഹം മൈലാപ്പൂരിലും എത്തി. മൈലാപ്പൂരിനടുത്ത് ചിന്നമലയിൽ വെച്ച് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായതിനാൽ അടുത്തുള്ള പെരിയ മലയിൽ അഭയം തേടി. അവിടെയുള്ള ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റ് AD 72 അദ്ദേഹം മരിച്ചു. അന്ന് തോമാസ് ശ്ലീഹായുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ് ഇന്നത്തെ സാന്തോം ഭദ്രാസന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പൂജ്യ അവശിഷ്ടങ്ങൾ 3-ാം നൂറ്റാണ്ടിൽ സിറിയയിലെ എദേസ്യയിലേക്കും അവിടെ നിന്നും 1141 കിയോസ് ദ്വീപിലേക്കും 1257 ഇറ്റലിയിലെ ഓർത്തോണിയയിലേക്കും മാറ്റപ്പെട്ടു. ആ പൂജ്യ അവശിഷ്ടത്തിൻ്റെ ഒരു ഭാഗം കർദിനാൾ യൂജിൻ ടിസറാൻ 1953 കേരളത്തിൽ കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂരിലെ അഴീക്കോടിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ മാർത്തോമാ ശ്ലീഹ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസ തീഷ്ണതയിൽ വിശ്വാസ വെളിച്ചത്തിൽ ജീവിച്ച എല്ലാവരെയും അക്കാലത്ത് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ശ്ലീഹായുടെ മരണശേഷവും ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ? നമുക്കൊന്ന് നോക്കാം. തോമാസ് ശ്ലീഹായ്ക്ക് ശേഷവും നമ്മുടെ ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സജീവമായി നടന്നിരുന്നു. 1498 മെയ് 21 വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വ്യാപാര ബന്ധം സ്ഥാപിച്ചതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സംഘത്തോടൊപ്പം ഏതാനും മിഷണറിമാരും ഭാരതത്തിൽ എത്തിച്ചേർന്നു. അവർക്ക് പിൻഗാമികളായി നിരവധി മിഷണറിമാർ ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നു. അവർ നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങളിൽ ഏറെ സന്തോഷത്തോടെ സേവനം ചെയ്തു വരുന്നു. ഇങ്ങനെ പാശ്ചാത്യ നാടുകളിൽ നിന്നും നമ്മുടെ ഇടയിലേക്ക് ഈശോയെ പങ്കുവച്ച് തരാനായിട്ട് തീഷ്ണതയോടെ എത്തിയ മിഷണറിമാരിൽ പ്രധാനിയായിരുന്നു ഈശോ സഭാ വൈദികനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം ആരെയും ആകർഷിക്കുന്ന വിധത്തിലായിരുന്നു.
കയ്യിൽ ഒരു മണിയും കിലുക്കിക്കൊണ്ട് തെരുവിലൂടെ നടന്ന് ശ്രോതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു വിശുദ്ധൻ്റെ വചനപ്രഘോഷണം. തൻ്റെ ദൈവവിളിയിൽ അത്യധികം സന്തോഷം കണ്ടെത്തിയ നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലൂടെ ഈശോയുടെ സുവിശേഷം സധൈര്യം പ്രഘോഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. വളരെ ലളിതമായ ജീവിതശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അനേകം പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അനേകർ മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ക്രിസ്തു ശിഷ്യരായി മാറി. 1542 മെയ് 6 ഇന്ത്യയിലെയും മറ്റു കിഴക്കൻ രാജ്യങ്ങളിലെയും പേപ്പൽ പ്രതിനിധിയായി ഇന്ത്യയിലെത്തിയ അദ്ദേഹം മാർത്തോമാ ക്രിസ്ത്യാനികളോട് വളരെയധികം സ്നേഹത്തോടും താല്പര്യത്തോടുമാണ് ഇടപെട്ടത്. തീഷ്ണതയോടുകൂടിയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നെങ്കിലും തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിൽ നിന്നും പിന്മാറുവാൻ അദ്ദേഹം തയ്യാറായില്ല. 1552 ഡിസംബർ 8 ചൈനയുടെ തീരത്തുള്ള സാൻജിൻ ദ്വീപിൽ വെച്ച് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടം ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധൻ്റെ പുണ്യശരീരം ഇന്നും അഴുകാതെയിരിക്കുന്നു. ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥരിൽ ഒരാളായി സാർവത്രിക സഭ വണങ്ങുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലൻ എന്നുകൂടി വിളിക്കപ്പെടുന്നു. നിങ്ങളുടെ പുസ്തകത്തിലെ 58 പേജിൽ ഉള്ള നമ്മുടെ വിശുദ്ധൻ്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ച ക്രൂശിത രൂപവും മറുകൈയിൽ ജ്വലിക്കുന്ന ഹൃദയവുമായിട്ട് നിൽക്കുന്ന വിശുദ്ധൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീഷ്ണതയെ പ്രഘോഷിക്കുന്നതാണ്. ഈശോയെ ഉയർത്തിപ്പിടിക്കുന്നതിനായി പ്രേക്ഷിത തീഷ്ണതയാൽ സ്വയം കത്തിജ്വലിച്ച വിശുദ്ധനായിരുന്നു അല്ലേ നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ. ഈശോയാകുന്ന പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രേക്ഷിത തീഷ്ണതയാൽ സ്വയം ജ്വലിച്ച് മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു നൽകിയ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കണം. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച മാർത്തോമാ ക്രിസ്ത്യാനികളിലേക്കും തൻ്റെ വിശ്വാസ തീഷ്ണത ആളിപ്പടർത്തുന്നതിൽ ഈ വിശുദ്ധൻ വിജയിച്ചു. ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്നും ധാരാളം മിഷണറിമാർ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രേക്ഷിതവേല ചെയ്യുന്നുണ്ട്. ഇന്നും ഭാരതത്തിലെ മിഷണറിമാരിൽ ഗണ്യമായ ഭാഗം സീറോ മലബാർ സഭയിൽ നിന്നാണ് എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ആ ക്രൈസ്തവരായ ജനങ്ങളുടെ ഇടയിലും തങ്ങളുടെ കത്തോലിക്ക വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മൾ എന്നും വിജയിച്ചു നിൽക്കുന്നു. സീറോ മലബാർ സഭയുടെ ചൈതന്യവും തീഷ്ണതയും മനസ്സിലാക്കിയ 23-ാം ജോൺ മാർപ്പാപ്പ വടക്കേ ഇന്ത്യയിലുള്ള ചാന്ത മിഷൻ സുറിയാനി സഭയെ ഏൽപ്പിച്ചു. തുടർന്ന് സത്ന, സാഗർ, ഉജ്ജയിൻ, ബിജ്നോർ, രാജ്കോട്ട്, ജഗദൽപൂർ, ഗോരഖ്പൂർ തുടങ്ങി ഒട്ടേറെ മിഷൻ രൂപതകൾ പരിശുദ്ധ സിംഹാസനം ഫലമേൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സീറോ മലബാർ സഭയെയാണ്. നമ്മുടെ സീറോ മലബാർ സഭയിലെ അംഗങ്ങൾ തന്നെ ജോലിക്കും കച്ചവടത്തിനുമൊക്കെയായി മുംബൈ പട്ടണത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിയേറിയപ്പോൾ അവർക്കായി 1988 കല്യാൺ രൂപത സ്ഥാപിച്ചു. കേരളത്തിലെ രൂപതകളുടെ മിഷൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി തെക്ക് തക്കല രൂപത 1996 വടക്ക് ബെൽത്തങ്ങാടി രൂപത 1999 സ്ഥാപിച്ചു. ചാന്ത രൂപത വിഭജിച്ച് അദിലാബാദ് രൂപത സ്ഥാപിച്ചു. അമേരിക്കയിലെ ഷിക്കാഗോ രൂപതയും ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയും നമ്മുടെ സീറോ മലബാർ സഭയുടെ ഭാഗം തന്നെയാണ്. ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ്. മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ തന്നെ നാം ഓരോരുത്തരും സഭയുടെ പ്രേക്ഷിത പ്രവർത്തന ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. നാം എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തന ദൗത്യത്തിൽ ചേരേണ്ടത്? നാം എല്ലാവരും സുവിശേഷ അനുസൃതമായ ജീവിതം വഴി മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ നാം യഥാർത്ഥ പ്രേക്ഷിതരായി മാറും. നാം എല്ലാവരും നമ്മുടെ ജീവിതം മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിലാണോ എന്ന് പരിശോധിച്ച് നമ്മിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യണം. നാം ഓരോരുത്തരും ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രേക്ഷിതരായി മാറണം. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ
നിങ്ങൾ എല്ലാ ആഴ്ചയിലും മാനുവൽ ബുക്ക് പൂരിപ്പിക്കാറുണ്ടല്ലേ? നിങ്ങൾ സത്യസന്ധമായാണോ ഈ ബുക്ക് പൂരിപ്പിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ഒരാഴ്ചത്തെ ജീവിതത്തെക്കുറിച്ച് ശരിയായി ചിന്തിക്കുവാനും വേണ്ട തിരുത്തലുകൾ വരുത്തുവാനും അങ്ങനെ നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിച്ചുകൊണ്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈ ബുക്ക് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സുഹൃത ജപങ്ങൾ, ജപമാലകൾ, അനുദിന ബലിയർപ്പണം, കുർബാന സ്വീകരണം, ബൈബിൾ പാരായണം, നമ്മുടെ സമ്പാദ്യത്തിലെ ചെറിയൊരു തുട്ടെങ്കിലും മിഷൻ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുക എന്നിങ്ങനെ നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നിറയ്ക്കുവാൻ ഈ ബുക്കും ഒപ്പം നമ്മുടെ മിഷൻ ലീഗ് സംഘടനയും നമ്മെ വളരെയധികം സഹായിക്കുന്നില്ലേ? ഇനി ഒരിക്കലും കൂട്ടുകാർ പൂരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ മികവ് തോന്നുന്ന വിധത്തിൽ പൂരിപ്പിക്കുവാനുള്ള പ്രവണത നമ്മെ നാശത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ സുവിശേഷ അനുസൃതമായി മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, സ്കൂളുകളിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ നാം നമ്മുടെ ജീവിത സാക്ഷ്യവും വാക്കുകളും പ്രവൃത്തികളും വഴി പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കുന്നവരായി മാറണം. അൽമായരായ നമ്മേക്കാൾ ഏറെ തീഷ്ണതയോടെ ജ്വലിച്ചെരിഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട വൈദികരും സന്യസ്തരുമൊക്കെ. ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിലൂടെ അവർ തങ്ങളുടെ ജീവിതം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടവരാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കർത്താവിൻ്റെ സുവിശേഷവുമായി കടന്നു ചെല്ലുവാൻ അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചവരാണ്. അവർക്കായും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങളെല്ലാവരും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 14 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ തിരുവചനം എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനാൽ അയക്കപ്പെട്ട ഈശോയെ, ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പ്രാർത്ഥന വഴിയും സംഭാവന വഴിയും ഞാൻ സഹായിക്കുമെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം, അല്ലേ? ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രവർത്തനം ഈ പാഠഭാഗം നന്നായി വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി പഠിക്കുക. ഉത്തരം കണ്ടെത്താമെന്ന ഭാഗത്തെ 5-ാമത്തെ ചോദ്യത്തിനുത്തരം നിങ്ങൾ കണ്ടെത്തി സഭാ സന്താനം എന്ന നിലയിൽ സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾ എങ്ങനെ പങ്കുചേരും? ഈ ഉത്തരം അധ്യാപകർക്ക് അയച്ചു തരണം. അടുത്ത പാഠഭാഗവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദി.